പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധരൂപിയുടെയും നാമത്തിൽ ആമേൻ. വീണ്ടും വചനവുമായി വരുവാൻ സാധിക്കുന്നതിന് കർത്താവിന് നന്ദി പറയുന്നു. ഇന്ന് നമ്മൾ വിചിന്തനം ചെയ്യുന്ന വചനഭാഗം വിലാപങ്ങൾ 3-ാം അധ്യായം 53 മുതലുള്ള വാക്യങ്ങൾ. അവർ എന്നെ ജീവനോടെ കുഴിയിൽ തള്ളി, അവർ എൻ്റെ മേൽ കല്ല് ഉരുട്ടിവെച്ചു. വെള്ളം എന്നെ മൂടി, ഞാൻ നശിച്ചുവെന്ന് ഞാൻ പറഞ്ഞു. കുഴിയുടെ അടിയിൽ നിന്ന് കർത്താവേ, ഞാൻ അങ്ങയുടെ നാമം വിളിച്ചപേക്ഷിച്ചു. സഹായത്തിനായുള്ള എൻ്റെ നിലവിളിക്കെതിരെ അവിടുത്തെ ചെവി അടയ്ക്കരുതേ എന്ന എൻ്റെ യാചന അവിടുന്ന് കേട്ടു. ഞാൻ വിളിച്ചപ്പോൾ അവിടുന്ന് അടുത്ത് വന്നു. ഭയപ്പെടേണ്ട എന്ന് അവിടുന്ന് പറഞ്ഞു. കർത്താവേ, അവിടുന്ന് എനിക്ക് വേണ്ടി ന്യായവാദം നടത്തി. അവിടുന്ന് എൻ്റെ ജീവനെ രക്ഷിച്ചു. യേശുവേ നന്ദി, യേശു കർത്താവേ നന്ദി. ഹല്ലേലൂയ. പ്രൈസ് യു, വർഷിപ്പ് യു ജീസസ്, അഡോർ യു. അവർ എന്നെ ജീവനോടെ കുഴിയിൽ തള്ളി, അവർ എൻ്റെ മേൽ കല്ല് ഉരുട്ടി വെച്ചു. അത് ശത്രുക്കളാകാം, ഈ ലോകമാകാം. ഈ ലോകം നമ്മളെ പരിത്യജിച്ച് കളഞ്ഞിട്ടുണ്ടാകാം. ജീവനോടെ ഇരിക്കുമ്പോൾ തന്നെ നമ്മളെ മറന്നുപോയിട്ടുണ്ടാകാം. ഇങ്ങനെ ഒരാൾ എക്സിസ്റ്റ് ചെയ്യുന്നു എന്നതിനെക്കുറിച്ച് പോലും ഈ തിരക്ക് പിടിച്ച ലോകം പെട്ടെന്ന് മറന്ന് പോയിട്ടുണ്ടാകാം. അവർ എൻ്റെ മേൽ കല്ലുരുട്ടി വെച്ചു. നമ്മൾ രക്ഷപ്പെടാതിരിക്കാൻ കല്ല് ഉരുട്ടി വെച്ചു. കുഴിയിലകപ്പെട്ടു പോയ എന്നെ വെള്ളം മൂടി. രക്ഷപ്പെടാൻ ഒരു മാർഗമില്ലാത്ത ഒരവസ്ഥ ഡിസ്ക്രൈബ് ചെയ്യുന്നത് പോലെ എനിക്ക് തോന്നുന്നു. അപ്പോഴും കുഴിയുടെ അടിയിൽ നിന്ന് കർത്താവെ, ഞാൻ അങ്ങയുടെ നാമം വിളിച്ചപേക്ഷിച്ചു. ഒരു രീതിയിലും രക്ഷപ്പെടാൻ സാധിക്കുകയില്ല. മനുഷ്യൻ്റെ ചിന്തയിൽ അതുപോലുള്ള സിറ്റുവേഷനിൽ നിന്ന് ഇനി ഒരിക്കലും രക്ഷപ്പെടുകയില്ല എന്ന് മനുഷ്യൻ്റെ ബുദ്ധി പറയുന്ന അവസരങ്ങളിൽ പോലും ഞാൻ അങ്ങയുടെ നാമം വിളിച്ചപേക്ഷിച്ചു. സഹായത്തിനായുള്ള എൻ്റെ നിലവിളിക്കെതിരെ അവിടുത്തെ ചെവി അടയ്ക്കരുതേ എന്ന എൻ്റെ യാചന അവിടുന്ന് കേട്ടു. അപ്പോൾ നമ്മൾ വിളിച്ചാൽ ഏതവസ്ഥയിലാണെങ്കിലും നമ്മുടെ വിളി കേൾക്കുന്നവനാണ് കരുണാമയനായ കർത്താവ്. ഇതെൻ്റെ അനുഭവത്തിൽ നിന്ന് തന്നെ ഞാൻ സാക്ഷ്യപ്പെടുത്തുന്നതാണ്. വഴിമുട്ടിപ്പോയി എന്ന് തോന്നുന്ന അവസരങ്ങളിൽ, ഇനി മുന്നോട്ട് ഒരു മാർഗമില്ല, നിരാശയുടെ പടുകുഴിയിൽ വീണു പോകുന്ന അവസരങ്ങളിൽ വിളിച്ചാൽ വിളി കേൾക്കുന്നവനാണ് നമ്മുടെ കർത്താവ് എന്ന് ഞാൻ എൻ്റെ നിരവധിയായ അനുഭവങ്ങളിൽ നിന്ന് സാക്ഷ്യപ്പെടുത്തുന്നു. എൻ്റെ യാചന അവിടുന്ന് കേട്ടു. ഞാൻ വിളിച്ചപ്പോൾ അവിടുന്ന് അടുത്തു വന്നു. ഭയപ്പെടേണ്ട എന്ന് അവിടുന്ന് പറഞ്ഞു. കർത്താവെ, അവിടുന്ന് എനിക്ക് വേണ്ടി ന്യായവാദം നടത്തി. അവിടുന്ന് എൻ്റെ ജീവനെ രക്ഷിച്ചു. പലപ്പോഴും ജീവനെ രക്ഷിക്കുക മാത്രമല്ല, ഐശ്വര്യത്തിലേക്ക്, ഇന്നേ വരെ നമ്മൾ അനുഭവിച്ചിട്ടില്ലാത്ത സന്തോഷകരമായ അവസ്ഥകളിലേക്ക് കർത്താവ് നമ്മളെ കൈപിടിച്ച് നടത്തും. അപ്പോൾ എന്നെ കർത്താവേ കർത്താവേ എന്ന് വിളിക്കുന്നവരല്ല, എൻ്റെ വചനം വായിക്കുകയും പഠിക്കുകയും ധ്യാനിക്കുകയും അതനുസരിച്ച് ജീവിതത്തെ ക്രമപ്പെടുത്തുകയും ചെയ്യുന്നവരാണ് ക്രിസ്തു അനുയായികളെന്ന് കർത്താവ് നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പം ആദ്യം
നമ്മൾ കർത്താവിൻ്റെ പാതയിലൂടെ സഞ്ചരിക്കാൻ തുടങ്ങുമ്പോൾ കർത്താവ് നമ്മളെ കൈപിടിച്ച് നടത്തും. അപ്പം ഞാൻ ഈ വചനഭാഗം കൂടുതൽ എംഫസൈസ് ചെയ്യാനായിട്ടുള്ള കാരണം, ആത്മഹത്യകളുടെ എണ്ണം കൂടിക്കൂടി വരികയാണ്. ജനങ്ങൾ നിരാശയിലും ഭീതിയിലുമൊക്കെയാണ് കഴിയുന്നത്. രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ ആൾക്കാർ ബദ്ധപ്പാടുപെടുന്നു. അവരുടെ ജീവിതങ്ങളിലോട്ട് ഇറങ്ങി ചെല്ലുമ്പോൾ നമുക്കത് മനസ്സിലാകും. പക്ഷെ ഇത് ഇല്ലാത്തവരുടെ കഥ മാത്രമല്ല, ഉള്ളവരുടെ കഥയും കൂടിയാണ്. ഇപ്പം ഇന്ന് ഏറ്റവും ഷോക്കിംഗ് ആയിട്ടുള്ളൊരു ന്യൂസ്, കേരളത്തിലെ ഏറ്റവും പ്രമുഖനായ കിഡ്നി രോഗ വിദഗ്ധൻ ആത്മഹത്യ ചെയ്തിരിക്കുന്നു. എനിക്ക് ഒരിക്കലും ഇമാജിൻ ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യമാണ്. എനിക്ക് പലപ്പോഴും ആ ഡോക്ടറായിട്ട് ഞാൻ ഇൻ്ററാക്ട് ചെയ്തിട്ടുള്ളതാണ്. ഒരു 10 പ്രാവശ്യമെങ്കിലും പുള്ളിനെ ഞാൻ കണ്ടിട്ടുള്ളതാണ്, സംസാരിച്ചിട്ടുള്ളതാണ്. ഇത്രയും വിനയാന്വിതനായ, ഇത്രയും പോളിഷ്ഡ് ആയിട്ടുള്ള ഒരു നല്ലവനായ ഡോക്ടർ. ആ ഡോക്ടർ എന്തുകൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്തു എന്ന് വിശ്വസിക്കാൻ പോലും സാധിക്കുന്നില്ല. പ്രഗത്ഭൻ, അതിപ്രഗത്ഭൻ, 20,000-ലേറെ കിഡ്നി ട്രാൻസ്പ്ലാന്റ് സർജറികളൊക്കെ നടത്തിയവൻ, ഏകദേശം മാസം 40-50 ലക്ഷം രൂപ ശമ്പളം വാങ്ങിക്കുന്നവൻ. ഡോക്ടറിൻ്റെ വീടൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. നല്ല പോഷായിട്ടുള്ള വീട്, പോഷായിട്ടുള്ള ഏരിയയിലൊക്കെ താമസിക്കുന്ന ദൈവഭക്തിയുള്ള. ഡോക്ടറിൻ്റെ പിതാവ് പുരോഹിതനാണെന്നാണ് എൻ്റെ അറിവ്. ഡോക്ടറിൻ്റെ മകനുമൊക്കെ നല്ല രീതിയിൽ ജീവിക്കുന്നു. ഈ ഡോക്ടർക്ക് എങ്ങനെ ഇത് തോന്നി? അപ്പം അതിൻ്റെ ഒരു കാരണം, അത് ശരിയാണോ തെറ്റാണോ എന്ന് എനിക്കറിയില്ല. ഡോക്ടറിന് ഇപ്പോൾ 70 വയസ്സിൻ്റെ അടുത്തായി. ഡോക്ടർ ഒരു സർജറി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഡോക്ടറിൻ്റെ കൈയൊക്കെ ഷിവർ ചെയ്യാൻ തുടങ്ങി. അപ്പോൾ അതുമൂലം സർജറികൾ മര്യാദയ്ക്ക് ചെയ്യാൻ ഡോക്ടർക്ക് സാധിക്കാതെ വന്നു. അപ്പോൾ ഡോക്ടർ നിരാശയിലോട്ടും വിഷാദത്തിലോട്ടും പോയി. ഒരു 70 വയസ്സൊക്കെ എത്തിക്കഴിയുമ്പോൾ നമ്മുടെ പെർഫോമൻസിനെ പല കാര്യങ്ങളും ബാധിക്കാം. ഒരു ഡോക്ടർ ആയിരുന്നിട്ട് പോലും അത് ഡൈജസ്റ്റ് ചെയ്യാൻ സാധിച്ചില്ല. അപ്പോൾ നമ്മുടെ അവസ്ഥ, അത് എന്താണ് അതിൻ്റെ നിജമായ കാരണമെന്നും അറിയില്ല. ഇതാണ് കാരണമെന്നാണ് എനിക്ക് മീഡിയയിൽ നിന്ന് മനസ്സിലായത്. ഡോക്ടറിൻ്റെ ആത്മാവിന് വേണ്ടി ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. നല്ലൊരു മനുഷ്യനായിരുന്നു, മിടുക്കനായിരുന്നു, ടാലന്തുകൾ ഒത്തിരി ജനനന്മയ്ക്ക് വേണ്ടി ഉപയോഗിച്ചവനായിരുന്നു, മിതഭാഷിയായിരുന്നു, സൗമ്യനായിരുന്നു. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ധനവാനെന്നോ ദരിദ്രനെന്നോ വലിയ ജോലിയിൽ ഇരിക്കുന്നവനെന്നോ ചെറിയ ജോലിയിൽ ഇരിക്കുന്നവനെന്നോ ഒന്നും ഇത് നിരാശയ്ക്ക് അല്ലെങ്കിൽ വിഷാദത്തിന് ഇതൊന്നും ബാധകമല്ല. സമ്പന്നരെയും ദരിദ്രരെയും വിദ്യാസമ്പന്നരെയും വിദ്യാഭ്യാസമില്ലാത്തവരെയും പള്ളിയിൽ പോകുന്നവരെയും ഈശ്വരവിശ്വാസം ഇല്ലാത്തവരെയും ഉള്ളവരെയും എല്ലാം ഗ്രസിക്കുന്ന മനുഷ്യ അവസ്ഥകളാണ് ഇതൊക്കെ. പലപ്പോഴും നമ്മളെല്ലാവരും, നമ്മളറിയുന്നില്ല എന്നുള്ളൂ, ഒരുവിധം നിരാശയിലേക്കോ ഡിപ്രഷനിലോട്ടോ ഒക്കെ പോകുന്ന അവസ്ഥകളുണ്ടാകും. പക്ഷെ ഈ ഒരു കാര്യം നമ്മളെപ്പോഴും ഓർത്തിരിക്കണം. നമ്മുടെ അവസ്ഥ എത്ര മോശമാണെങ്കിലും പലപ്പോഴും ഇനി ഒരു മാർഗമില്ല, നമ്മൾ നശിച്ചു, ഇതോടെ തീർന്നു എന്നൊക്കെ തോന്നുന്ന അവസ്ഥകളിൽ കർത്താവിനെ വിളിച്ചാൽ തീർച്ചയായും കർത്താവ് വിളി കേൾക്കും. കർത്താവിൻ്റെ രീതിയിൽ കർത്താവ്
നമ്മൾക്ക് നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ പ്രവർത്തിക്കും. പക്ഷെ ഇതൊക്കെ എല്ലാം ടെമ്പററി ആണെന്നുള്ള ഒരു ചിന്ത അത് നമുക്ക് വേണം. ഇന്ന് രോഗാവസ്ഥയിലാണെങ്കിൽ നാളെ ആ രോഗാവസ്ഥ മാറിപ്പോകും. ഇന്ന് സാമ്പത്തികമായ പ്രോബ്ലം ഉണ്ടെങ്കിൽ നാളെ സമ്പത്ത് വന്നു ചേരും. ഇന്നൊരു ജോലി പോയിട്ടുണ്ടെങ്കിൽ നാളെ അതിലും നല്ല ജോലി ലഭിക്കും. ഇന്ന് ഒരു മണ്ടത്തരം ചെയ്തിട്ടുണ്ടെങ്കിൽ നാളെ മണ്ടത്തരം ചെയ്യാതിരിക്കാം. ഇങ്ങനെ ഒന്നിനെക്കുറിച്ചും ഒന്നും പെർമനൻ്റ് അല്ല. പിന്നെ ചെറിയൊരു ജീവിതം നന്നായിട്ട് കർത്താവിനെ കൂട്ടുപിടിച്ച് ജീവിക്കുക. അതുകൊണ്ട് തന്നെയാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത്, ഞാനല്ലാതെ മറ്റൊരു ദൈവം നിനക്കുണ്ടാകരുത്. നിന്നെപ്പോലെ തന്നെ നിൻ്റെ അയൽക്കാരനെയും സ്നേഹിക്കുക. നിന്നെപ്പോലെ തന്നെ ആദ്യം നമ്മൾ നമ്മളെ തന്നെ സ്നേഹിക്കണം. നമ്മളോട് നമുക്ക് വെറുപ്പ് വരാൻ പാടില്ല. നമ്മൾ സ്വയം സ്നേഹിക്കണം. അതുപോലെ തന്നെ മറ്റുള്ളവരെയും സ്നേഹിക്കണമെന്നാണ് കർത്താവ് നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ കർത്താവ് എപ്പോഴും നമ്മുടെ കൂടെയുണ്ട്. അവൻ നമ്മുടെ വിളി കേൾക്കും. നമ്മൾ ഏകനല്ല എന്നുള്ള സത്യം നമുക്ക് മനസ്സിലാക്കി യഥാർത്ഥത്തിൽ കർത്താവിനെ ആശ്ലേഷിച്ചുകൊണ്ട് കർത്താവിൻ്റെ പാതയിലൂടെ നമ്മുടെ ജീവിതങ്ങളെ നമുക്ക് കരുപിടിപ്പിക്കാം. ആകാംക്ഷ വേണ്ട. നാളെക്കുറിച്ചുള്ള ആകാംക്ഷ വേണ്ട. ഈ ലോകത്തിലെ സകലതും നശ്വരമാണ്. അനശ്വരമായിട്ടുള്ളത് ക്രിസ്തുവിലുള്ള നമ്മുടെ ജീവിതം മാത്രം. ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ്. നിങ്ങളും എനിക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുമല്ലോ. യേശു കർത്താവേ നന്ദി, യേശു കർത്താവേ സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. Praise you, adore you, worship you, Jesus. Hallelujah, hallelujah, hallelujah. Amen. God bless.